അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെ മുനീറും അതുപോലെ തന്നെ റഹീമയും ഡ്രസ്സ് ചെയ്ത് മുകളിൽ നിന്നും താഴേക്ക് കോണിയിറങ്ങി വരികയായിരുന്നു. മുനീറിങ്ങനെ റഹീമയെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. താഴെ ഹാളിൽ വരുമ്പോൾ ബഷീർ മുതലാളിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും പേരക്കുട്ടികളും എല്ലാം ഇങ്ങനെ ഹാളിൽ ഇരിപ്പുണ്ട്. അദ്ദേഹം പേരക്കുട്ടികളെ കൊഞ്ചിച്ചു കൊണ്ടിരിപ്പാണ്. അത് കണ്ടുകൊണ്ട് തന്നെ ഭാര്യയും അടുത്തുണ്ട്. മുനീർ റഹീമയെ താങ്ങിപ്പിടിച്ച് കൊണ്ടുവരുന്നത് കണ്ട് അദ്ദേഹം പെട്ടെന്ന് തന്നെ ചാടി എണീറ്റു. എന്തു പറ്റി മോളെ? കൂടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും എന്തു പറ്റി മോളെ എന്ന് ചോദിച്ചുകൊണ്ട് ചെന്നു. അപ്പോഴേക്കും റഹീമ ഏറെക്കുറെ ക്ഷീണിതയായിരുന്നു. അവർ രണ്ടുപേരും അവളെ പിടിച്ച് അവിടെയുള്ള സോഫ സെറ്റിൽ ഇരുത്തി. പിന്നെ സംസാരിച്ചത് മുനീറാണ്. റഹീമക്ക് കുറച്ചു മുൻപേ തല ചുറ്റിയിരുന്നു. നന്നായി ഛർദ്ദിക്കുകയും ചെയ്തു. അപ്പോൾ ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഇത്താത്തമാരെയൊക്കെ കാണിക്കുന്ന സിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടറെ കാണിക്കാമെന്നാണ് അവൾ പറഞ്ഞത്. അത് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ബഷീർ മുതലാളിക്കും ഭാര്യയ്ക്കും ചെറുതായി ഒന്ന് കാര്യം കത്തി. അവരുടെ രണ്ടുപേരുടെയും മുഖത്ത് സന്തോഷത്തിൻ്റെ ഒരു ചെറുപുഞ്ചിരി വിടർന്നു. അവർ മനസ്സിൽ വിചാരിച്ചു, തങ്ങൾ ഒരു ഉമ്മൂമ്മയും ഉപ്പൂപ്പയും ആകാൻ പോകുന്നതിൻ്റെ തുടക്കമാണോ എന്ന് ഒരു വേള സംശയിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു, എന്നിട്ടാണോ ഇത്ര സമയമായിട്ടും ഞങ്ങളെ ആരെയും അറിയിക്കാതിരുന്നത്? അങ്ങനെ നിങ്ങൾ മാത്രം തനിച്ചായി ഹോസ്പിറ്റലിൽ പോയാൽ മതിയോ? ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ? ഞങ്ങളോട് കൂടി നിങ്ങൾ പറയണ്ടേ? നീയും വേഗം മാറ്റ്, ഞാനും ഡ്രസ്സ് ചെയ്യട്ടെ, എന്നിട്ട് ഡ്രൈവറോട് വണ്ടി എടുക്കാൻ പറ. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ തനിച്ചല്ലല്ലോ പോവുക, വീട്ടിലുള്ളവരെ കൂടി അറിയിക്കേണ്ടത് ഒരു മര്യാദയില്ലേ? ഒന്നുമല്ലെങ്കിലും ഞാനും ഇവളും ഒക്കെ ഉമ്മയും ഉപ്പയുമായി ഇവിടെ ഇല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അദ്ദേഹം മുനീറിനോടിങ്ങനെ കയർത്ത് സംസാരിച്ചു. അപ്പോഴേക്കും വേലക്കാരി നല്ലൊരു ഗ്ലാസ് ജ്യൂസ് കൊണ്ട് ഓടിയെത്തി. അവളും ഈ ഒരു കാര്യം കേട്ടിരുന്നു. അവരങ്ങനെയാണ്. റഹീമക്ക് എന്തെങ്കിലും വയ്യായികയോ തലചുറ്റലോ ഉണ്ടായാൽ അപ്പോൾ തന്നെ ജ്യൂസോ അല്ലെങ്കിൽ ഉപ്പിട്ട നാരങ്ങ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കും. അവൾക്ക് ഇടയ്ക്കിടെ ചെറുതായി രക്തക്കുറവുള്ളത് കൊണ്ട് തന്നെ ഇടയ്ക്കിടെ ചെറിയ തലചുറ്റലൊക്കെ വരാറുണ്ട്. ആ സമയത്തൊക്കെ അങ്ങനെയാണ് അവർ കാണിക്കാറുള്ളത്. എന്നാൽ ഇപ്പോൾ അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി ഇത് അങ്ങനെയുള്ള കാര്യമല്ല, ഇത് സാധാരണ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് ഉണ്ടാകുന്ന വിശേഷത്തിൻ്റെ തുടക്കമാണ് എന്ന് തോന്നുന്നു എന്ന് കരുതിയത് കൊണ്ടാവാം അവർ ഈ വിഷയം കേട്ടപ്പോൾ തന്നെ പോയി അടുക്കളയിൽ പോയി നല്ല അടിപൊളി ഒരു ആപ്പിൾ ജ്യൂസാണ് ഉണ്ടാക്കി കൊണ്ടുവന്നത്. അത് വാങ്ങിക്കൊണ്ട് റഹീമയുടെ ഉമ്മ അവളിങ്ങനെ സോഫയിൽ ചാരിക്കിടപ്പാണ് തല വെച്ചുകൊണ്ട്. മോളെ ഒന്ന് എണീക്ക്, ഒരു ഗ്ലാസ് ജ്യൂസ് കുടിക്കുക, അപ്പോൾ തന്നെ നിൻ്റെ ക്ഷീണം മാറും, നമുക്ക് ഇനി എന്തായാലും ഹോസ്പിറ്റലിൽ പോവാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവളെ കൊണ്ട് ആ ജ്യൂസ് കുടിപ്പിച്ചു. അങ്ങനെ റഹീമ ആ ജ്യൂസ് കുടിച്ചു. അപ്പോഴേക്കും നമ്മുടെ ബഷീർ മുതലാളിയും ഭാര്യയും എല്ലാം റെഡിയായി വന്നു. അങ്ങനെ ഡ്രൈവറോട് കാർ ഇറക്കാൻ പറഞ്ഞ് ആ കാർ സിറ്റി ഹോസ്പിറ്റലിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഓടിക്കൊണ്ടിരുന്നു. അവർ പോകുന്ന ഈ സിറ്റി ഹോസ്പിറ്റലിലാണ് നമ്മുടെ ഐഷുമ്മയുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ അബൂബക്കറിക്കാനെയും കൊണ്ട് നമ്മുടെ സുമി ഫിസിയോതെറാപ്പിക്ക് വരുന്നതും ഈ ഒരു ഹോസ്പിറ്റലിലാണ്. എന്നാൽ മൂവർക്കും അറിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ ഐഷുമ്മയുള്ള കാര്യം അബൂബക്കറിക്കാക്കോ അബൂബക്കറിക്കയുള്ള കാര്യം ഐഷുമ്മാക്കോ. അതുപോലെ തന്നെ നമ്മുടെ മുനീറും അതുപോലെ തന്നെ റഹീമയും ഈ ഹോസ്പിറ്റലിലേക്കാണ് വരുന്നത് കാര്യം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും പരസ്പരം അറിയില്ല. സിറ്റി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കുള്ള വലിയൊരു ഹോസ്പിറ്റലാണ്. അങ്ങനെ പതിവ് പോലെ നമ്മുടെ സുമി വന്നയുടൻ തന്നെ അബൂബക്കറിക്കായെ ഫിസിയോതെറാപ്പിക്ക് കയറ്റിയപ്പോൾ അവൾ ഐഷുമ്മയുടെ അടുക്കലെത്തി. റൂമിൽ
കയറി വന്നപ്പോൾ തന്നെ ഐഷുമ്മ ഇങ്ങനെ റൂമിൻ്റെ വാതിലിലേക്ക് കണ്ണും നട്ടിരിപ്പാണ്. കാരണം അവർക്കിപ്പോൾ അവളെ കാണാതിരിക്കാൻ കഴിയുന്നില്ല. അവൾ വരുന്നുണ്ടോ എന്ന് നോക്കി ഇങ്ങനെ റൂമിൻ്റെ വാതിലിന് പുറത്തേക്ക് നോക്കിയിരിക്കും. അവളെ കണ്ടതും അവരുടെ കണ്ണിൽ സന്തോഷത്തിൻ്റെ പൂത്തിരി കത്തി. അവളെ കണ്ടതും അവരിങ്ങനെ അവിടെ നിൽക്കുന്ന സ്ത്രീയോട് ഇനി പോയിക്കോ എന്നുള്ള കൈകൊണ്ടിങ്ങനെ ആംഗ്യം കാണിച്ചു. കാരണം അവർക്ക് നമ്മുടെ സുമി വന്നാൽ പിന്നെ അവരുടെ രണ്ടുപേരുടെയും ഒരു ലോകമാണ്. അവിടെ മറ്റാരെയും അവർക്ക് ശല്യപ്പെടുത്തുന്നത് ഇഷ്ടമല്ല. കാരണം അവർക്ക് കഴിയുന്ന രീതി സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളൂല്ലോ, എന്നാലും അവർക്ക് കഴിയുന്ന രീതിയിൽ കൈകൊണ്ടിങ്ങനെ ആംഗ്യം കാണിച്ച് എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാം അവർക്ക് കഴിയുന്ന പോലെ അവർ ഇങ്ങനെ സുമിയോട് സംസാരിക്കും. വായിക്കൊണ്ടല്ല, കൈകൊണ്ടൊക്കെ ഇങ്ങനെ ആംഗ്യം കാണിച്ച്. കുറേ ദിവസമായതുകൊണ്ട് തന്നെ അവർ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം സുമിക്ക് മനസ്സിലാവാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഈ ആംഗ്യം കാണിക്കലെല്ലാം കാണുമ്പോൾ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളുമാണ് ചോദിക്കുന്നത് എന്നെല്ലാം അവൾക്കറിയാം. അപ്പോൾ അവൾക്ക് മനസ്സിലായ കാര്യങ്ങളെല്ലാം അവർക്ക് വിശേഷങ്ങളും എല്ലാം കടയിലെ വിശേഷങ്ങളും എല്ലാം പറഞ്ഞു കൊടുക്കും. കാരണം അവരിങ്ങനെ പുറത്തൊക്കെ കറങ്ങി നടന്നിരുന്ന ഒരു സ്ത്രീയാണല്ലോ, അടുത്ത വീടുകളിലും അങ്ങനെയെല്ലാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുമ്പോൾ തന്നെ അവർക്കൊരു മുഷിപ്പാണ്. അതുകൊണ്ട് തന്നെ പുറത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിയാൻ അവർക്ക് വളരെയധികം ഒരു ആകാംക്ഷയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സുമി എല്ലാ വിശേഷങ്ങളും പറയുമ്പോൾ അവർ കൗതുകത്തോടെ എല്ലാം ഇങ്ങനെ കേട്ടിരിക്കും. അങ്ങനെ കുറേ സമയം അവരുടെ അടുത്തിരുന്ന ശേഷം അവൾ ഇനി ഉപ്പാൻ്റെ അടുത്തൊന്ന് പോയി വരാം എന്ന് കരുതി, ഉമ്മ ഞാനിപ്പോൾ വരാം കേട്ടോ, നിങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും ഞാൻ പുറത്ത് നിന്ന് വാങ്ങിക്കൊണ്ടുവരട്ടെ, ക്യാൻറ്റീനിൽ നിന്ന് വല്ല എണ്ണക്കടിയോ അല്ലെങ്കിൽ ചായയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ല ചൂടുള്ള സമൂസ നമ്മുടെ ക്യാൻറ്റീനിൽ കിട്ടും. അതുപോലെ തന്നെ നല്ല ചൂടുള്ള പപ്സും ചായയും ഒക്കെ കിട്ടും, ഞാൻ നിങ്ങൾക്ക് വാങ്ങിക്കൊണ്ടുവരാൻ കേട്ടോ എന്നെല്ലാം പറഞ്ഞ് അവൾ പുറത്തിറങ്ങാൻ നിന്നു. അപ്പോൾ ഐഷുമ്മ അവൾക്ക് ഇങ്ങനെ തലയാട്ടി സമ്മതം കൊടുത്തു. ഓക്കെ മോളെ, കാരണം ഇപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. എണീറ്റ് നടക്കാൻ കഴിയാത്തൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് 2 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ അബൂബക്കറിക്കായി ചികിത്സിക്കുന്ന ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഫിസിയോതെറാപ്പി തുടങ്ങാം, കുറച്ച് എക്സസൈസും കാര്യങ്ങളും എല്ലാം ചെയ്യാം, അപ്പോൾ നടക്കാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 ദിവസം കൂടി കഴിയട്ടെ, അത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുമി പുറത്തു പോകാമെന്ന് പറഞ്ഞപ്പോൾ അവർ ഇങ്ങനെ തലയാട്ടി സമ്മതം കൊടുത്തു. അങ്ങനെ നമ്മുടെ സുമി പുറത്തേക്ക് ഇറങ്ങി. കാരണം അവൾക്ക് പറയാൻ കഴിയില്ലല്ലോ ഇവിടെ അബൂബക്കറിക്കയുണ്ട് എന്നും അദ്ദേഹത്തിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് എന്നൊന്നും പറയാൻ കഴിയില്ലല്ലോ. പോകുന്ന പോക്കിൽ തന്നെ അവൾ ഫ്ലാസ്ക് കൂടി എടുത്തു. കാരണം ഐഷുമ്മയോട് പറഞ്ഞിരിക്കുന്നത് ക്യാൻറ്റീനിലേക്കാണ് എന്നാണ്. മാത്രമല്ല അവർക്ക് നല്ല ചൂടുള്ള ചായയും എണ്ണക്കടിയും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അതുകൂടി കൊടുക്കാം എന്ന്. ഏകദേശം ഒരു 10:30-11 മണി സമയമാണ്. ആ സമയം ഇനി രാവിലെ ചായ കുടിച്ചതല്ലേ, വിശപ്പും ഉണ്ടാവും. ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നു. അവർക്ക് 10 മണിക്ക് കഞ്ഞി അത്ര ഇഷ്ടമല്ല, ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഇഷ്ടം. പിന്നെ ഈ ഉച്ചയ്ക്ക് ചോറല്ലേ കഴിക്കൂ. അപ്പോൾ ഒരു ഇടനേരത്തുള്ള എന്തൊരു ഭക്ഷണമായിട്ട് അത് കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് അവൾ പുറത്തിറങ്ങിയത്. അങ്ങനെ അവൾ ക്യാൻറ്റീനിൽ പോയി ചായ എല്ലാം എടുത്തു വെക്കാൻ പറഞ്ഞു. ആ ചായയും കൊണ്ട് അബൂബക്കറിക്കായുടെ അടുത്ത് ചെന്നാൽ ചോദ്യം വരും, ഇത് ആർക്കുള്ളതാ എന്നല്ല. അതുകൊണ്ട് തന്നെ അവൾ ക്യാൻറ്റീനിലുള്ള ആളോട് അതിൽ എല്ലാം ആക്കി വെച്ചാൽ മതി, ഞാൻ കുറച്ച് കഴിയുമ്പോഴേക്ക് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അബൂബക്കറിക്കായുടെ അടുത്തേക്ക് പോയി. പതിവ് പോലെ ഫിസിയോതെറാപ്പി എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഹോസ്പിറ്റലിലുള്ള ഗാർഡൻ ഏരിയയിലൂടെ അവൾ അബൂബക്കറിക്കായുടെ കൈ പിടിച്ച് ഇങ്ങനെ നടക്കാൻ തുടങ്ങി. അന്നും പതിവ് പോലെ അദ്ദേഹം വീട്ടിലെയും കടയിലെയും വിശേഷങ്ങളെല്ലാം അവളോട് ചോദിച്ചറിയുകയായിരുന്നു. അതേസമയമാണ് നമ്മുടെ ഫായിസും അതുപോലെ തന്നെ സുമിയും ഹോസ്പിറ്റലിൽ എത്തുന്നത്. അവർ ടോക്കണെല്ലാം എടുത്തു. ഡോക്ടർ സഫീനയുടെ ഒപിക്ക് മുൻപിൽ ഇങ്ങനെ കാത്തു നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ റഹീമയുടെ പേര് വിളിച്ചു.
അവർ അകത്ത് കയറി. അങ്ങനെ ഡോക്ടറെ കണ്ടു. ബഷീർ മുതലാളിയും ഭാര്യയും അതുപോലെ തന്നെ മുനീറും റഹീമയും എല്ലാവരുമുണ്ട്. ഡോക്ടർ അവളെ നന്നായി പരിശോധിച്ചു. അതിൻ്റെ ശേഷം കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളും യൂറിൻ ടെസ്റ്റുകളും എല്ലാം എഴുതി കൊടുത്തു. അങ്ങനെ അവർ ലാബിലേക്ക് പോയി. അങ്ങനെ നമ്മുടെ റഹീമയുടെ കൈ പിടിച്ച് മുനീർ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നടന്നു പോവുകയായിരുന്നു. കൂടെ റഹീമയുടെ ഉമ്മയും ഉപ്പയും എല്ലാം ഉണ്ട്. ഗാർഡൻ ഏരിയയുടെ തൊട്ടടുത്തു കൂടെയാണ് നമ്മുടെ റഹീമയുടെ ബ്ലഡും യൂറിനും ചെക്ക് ചെയ്യാനുള്ള ലാബിലേക്ക് എത്തേണ്ടത്. അങ്ങനെ അവളുടെ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നടന്നു പോകുമ്പോൾ ഒരു വേള മുനീറിന് തൻ്റെ കണ്ണിൽ സുമി ഇങ്ങനെ അബൂബക്കറിക്കായുടെ കൈയും പിടിച്ച് നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ബാക്ക് വശമാണ് ശ്രദ്ധയിൽപ്പെട്ടത്. അവന് ഒരു വേള ചെറുതായി സംശയം തോന്നി. അത് തൻ്റെ സുമിയാണോ, തൻ്റെ ആദ്യ ഭാര്യ സുമിയാണോ, പിന്നെ അത് തൻ്റെ ഉപ്പയുമാണോ? അങ്ങനെ ഒരു സംശയം അവൻ്റെ മനസ്സിൽ ഇങ്ങനെ ചെറുതായി പാടി. പക്ഷേ എന്നാലും മുനീർ അവരെ രണ്ടുപേരെയും കൂടുതൽ മൈൻഡ് ചെയ്തില്ല. ഒന്നാമത് നമ്മുടെ റഹീമയും അവളുടെ ഫാമിലിയും കൂടെയുണ്ട്. അതുമാത്രമല്ല, ഒരിക്കലും ഇത്ര വലിയൊരു ഹോസ്പിറ്റലിൽ വന്ന് ഒരു ചികിത്സ തേടാനുള്ള പൈസയൊന്നും സുമിയുടെ കൈവശമുണ്ടാവില്ല. അതുമാത്രമല്ല, ഒരിക്കലും തൻ്റെ ഉപ്പ നടക്കുകയുമില്ല. ഉപ്പ തളർന്നു കിടപ്പല്ലേ, തനിക്ക് വെറുതെ തോന്നിയതായിരിക്കാം എന്നും വിചാരിച്ചുകൊണ്ട് അവൻ റഹീമയെയും കൊണ്ട് ലാബിലേക്ക് പോയി. എന്നാൽ നമ്മുടെ സുമിയോ അബൂബക്കറിക്കയോ അവരുടെ ശ്രദ്ധയിൽ നമ്മുടെ മുനീറോ അതുപോലെ തന്നെ റഹീമയോ പെടുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇരു കൂട്ടരും പരസ്പരം കാണുകയോ അങ്ങനെയൊരു അവിടെയുണ്ടെന്ന അറിവ് ഉണ്ടാവുകയോ ചെയ്തിരുന്നില്ല. രണ്ടുപേരുടേതായ വഴിക്ക് അങ്ങനെ പോയി. അങ്ങനെ അബൂബക്കറിക്കായുടെ നടത്തമെല്ലാം കഴിഞ്ഞു. നമ്മുടെ സുമി ജുമാനയോടും അതുപോലെ തന്നെ അബൂബക്കറിക്കായോടും പറഞ്ഞു, എന്നാൽ ഇനി നിങ്ങൾ പോയിക്കോളൂ, എനിക്ക് ഇവിടെ ഒരു സുഹൃത്തുണ്ട് എന്ന് പറഞ്ഞില്ലേ, അവരിനിയും ഡിസ്ചാർജ് ആയിട്ടില്ല, അവളെ കാണേണ്ട ആവശ്യമുണ്ട്. ഫായിസ്, നീ ഇവരെ കൊണ്ടുപോയി വിട്ടുവാ, വീട്ടിൽ കൊണ്ടുപോയിട്ട് വാ, ഞാൻ കുറച്ചു നേരം അവരുടെ അടുത്തേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞു. കാരണം ഇപ്പോൾ നമ്മുടെ ഐഷുമ്മയുടെ അടുത്ത് സുമി നിൽക്കുന്നത് കൊണ്ട് തന്നെ അവൾ അബൂബക്കറിക്കാനെയും ജുമാനെയും കൊണ്ടുപോയി വിടാൻ വീട്ടിലേക്ക് പോവാറില്ല. അവൾ ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞ് ഇവിടെ തന്നെ നിൽക്കാറാണുള്ളത്. ഫായിസ് അവരെ കൊണ്ടുപോയി വിട്ട് അവൻ അങ്ങനെ വീട്ടിൽ പോയി വൈകുന്നേരമാണ് നമ്മുടെ സുമയെ കൂട്ടിക്കൊണ്ടു പോവാൻ വരാറുള്ളത്. ഐഷുമ്മയുടെ കാര്യം എന്തായാലും അവരോട് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അബൂബക്കറിക്ക പറഞ്ഞു, അത് നല്ലതാണ് മോളെ, നിൻ്റെ സുഹൃത്തല്ലേ, അപ്പോൾ അവളെ സഹായിക്കേണ്ട കടമ നിനക്കുണ്ട്, നീ അങ്ങനെ ചെയ്തോ എന്നും പറഞ്ഞുകൊണ്ട് അവർ വണ്ടിയിൽ കയറി അങ്ങനെ പോയി. നമ്മുടെ സുമിയാവട്ടെ അതിൻ്റെ ശേഷം ക്യാൻറ്റീനിൽ പോയി ചായയും അതുപോലെ തന്നെ പലഹാരങ്ങളും എല്ലാം വാങ്ങി നമ്മുടെ ഐഷുമ്മയുടെ അടുത്തേക്ക് റൂമിലേക്കും പോയി. ഇതേ സമയം റഹീമയുടെ ബ്ലഡ് ചെക്കപ്പും അതുപോലെ തന്നെ യൂറിൻ ചെക്കപ്പും എല്ലാം കഴിഞ്ഞ് റിസൾട്ട് കിട്ടിയിരുന്നു. അതുകൊണ്ട് അവർ വീണ്ടും ഡോക്ടർ സഫീനയുടെ റൂമിലേക്ക് പോയി. അങ്ങനെ ഡോക്ടർ അവരോട് ഇരിക്കൂ എന്ന് പറഞ്ഞ് അവർ ഇരുന്നു. ഡോക്ടർ റിസൾട്ടെല്ലാം വിശദമായി പരിശോധിച്ചു. അതിൻ്റെ ശേഷം അവർ പറഞ്ഞു, അത്യാവശ്യം കെയർ വേണ്ടതാണ്, കാരണം ഫസ്റ്റിലെ ഡെലിവറി അല്ലേ, മോൾക്ക് അത്യാവശ്യം ബ്ലഡ് കുറവുണ്ട്, അതുപോലെ തന്നെ ചെറുതായിട്ട് BP ഉണ്ട്. അതുകൊണ്ട് ഫസ്റ്റിലെ ഡെലിവറി ആകുമ്പോൾ നല്ല കെയറിങ് വേണം, സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ കുട്ടിയെ തന്നെ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ശരീരം അധികം അനക്കാനോ അല്ലെങ്കിൽ ജോലികളൊന്നും ചെയ്യാൻ പാടില്ല, എല്ലാവരും നന്നായി കെയർ ചെയ്യണം എന്നെല്ലാം പറഞ്ഞു. ഞാൻ കുറച്ച് ബ്ലഡ് ഉണ്ടാകാനുള്ള മെഡിസിനും അതുപോലെ തന്നെ കുറച്ച് വൈറ്റമിൻ കാൽഷ്യം ടാബ്ലറ്റ്സും അങ്ങനെയുള്ളതെല്ലാം എഴുതിത്തരാം. അതുപോലെ തന്നെ ഇനി ബാക്കി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വീട്ടിലുള്ളവരാണ്. നന്നായി നല്ല നല്ല ഫുഡുകൾ
കൊടുക്കുക. ഇലക്കറികളും പഴങ്ങളും പച്ചക്കറികളും ധാരാളം കൊടുക്കുക. അതുപോലെ തന്നെ നാടൻ കോഴിമുട്ട കിട്ടുകയാണെങ്കിൽ അത് പുഴുങ്ങി കൊടുക്കുക. അങ്ങനെ നന്നായി കെയർ ചെയ്യുക, ദേഹം ശ്രദ്ധിക്കുക എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവർ മെഡിസിനെല്ലാം എഴുതി കൊടുത്തു. അങ്ങനെ അവർ മെഡിസിനെല്ലാം വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു. അങ്ങനെ വൈകുന്നേരം വരെ സുമി നമ്മുടെ ഐഷമ്മയുടെ അടുത്ത് ഇരുന്ന് അവരെ കൊണ്ട് ചായയും പലഹാരവും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ചോറും എല്ലാം കഴിപ്പിച്ചു. അവരെ കുളിപ്പിച്ചു വൃത്തിയാക്കി മുടിയെല്ലാം ചീകി വൃത്തിയായി കെട്ടിവെച്ചു. വൈകുന്നേരമായപ്പോഴേക്ക് അവരുടെ കൂട്ടിൽ നിൽക്കുന്ന സ്ത്രീയും എത്തി. അങ്ങനെ നമ്മുടെ സുമി അവരോട് യാത്ര പറഞ്ഞ് അവളും വീട്ടിലേക്ക് തിരിച്ചു. റഹീമയും മുനീറും അതുപോലെ തന്നെ അവരുടെ ഫാമിലിയും വരുന്നത് കാത്തുനിൽപ്പായിരുന്നു. റഹീമയുടെ വീട്ടിലുള്ള മറ്റു അംഗങ്ങൾ, അവളുടെ ഇക്കാക്കമാരും അവരുടെ ഭാര്യമാരും മക്കളും എല്ലാം ആകാംക്ഷയോടെ കാത്തുനിൽപ്പുണ്ട്. വരുന്ന വഴിക്ക് തന്നെ വലിയൊരു കേക്കും വാങ്ങിയാണ് നമ്മുടെ ബഷീർ മുതലാളി എത്തിയത്. വീട്ടിലെത്തിയ പാടെ അവർ പറഞ്ഞു, നമ്മുടെ വീട്ടിൽ ഒരു പുതിയ അതിഥി കൂടി വരാൻ പോവുകയാണ്. നമ്മുടെ റഹീമ ഗർഭിണിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കാം, എല്ലാവരും വരും എന്ന് പറഞ്ഞുകൊണ്ട് അവർ കേക്കെല്ലാം കട്ട് ചെയ്തു. റഹീമയാണ് കട്ട് ചെയ്തത്. അവളുടെ ഇടതും വലതും ചേർന്ന് അവളുടെ ഉമ്മയും ഉപ്പയുമുണ്ട്. എന്നാൽ മുനീറിന് അവിടെ വലിയൊരു പ്രാധാന്യമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരുടെയും വായിലിങ്ങനെ കേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അവൾ. അതുപോലെ തന്നെ അവളുടെ വായിലും എല്ലാവരും കേക്ക് വെച്ച് കൊടുത്തു. അവസാനം മുനീറിൻ്റെ കയ്യിൽ ഒരു കഷ്ണം കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് കഴിച്ചോ എന്ന് പറഞ്ഞു. ഈ അവഗണനയും സഹിച്ചുകൊണ്ട് മുനീർ നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് ദിവസമായിട്ടുണ്ട്. അവന് ഇവിടുത്തെ നിൽപ്പ് തന്നെ മതിയായിട്ടുണ്ട്. എങ്ങനെയെങ്കിലും വീട്ടിൽ പോയാൽ മതി എന്നായിട്ടുണ്ട് അവന്. എന്നാൽ വീട്ടിലേക്ക് ചെന്നാലുള്ള അവസ്ഥ അവൻക്ക് ആലോചിക്കാൻ കൂടി വയ്യ. കാരണം ഉമ്മ അവിടെയില്ല. വീടാണെങ്കിൽ ആകെ വൃത്തികേടായി കാട് മൂടി പൊന്തി പിടിച്ച് മാറാലയും എല്ലാം മൂടിക്കിടപ്പാണ്. അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു എത്തും പിടിയും കിട്ടാതെ മുനീർ ഇങ്ങനെ ആകെ നടുക്കടലിൽപ്പെട്ട അവസ്ഥയിൽ നിൽപ്പാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഏകദേശം ഒരു 10 മണിയായി കാണും. അല്ലെങ്കിൽ നമ്മുടെ റഹീമ 10 മണിക്ക് എണീക്കുകയുള്ളൂ. അതിലൂടെ ഇപ്പോൾ ഗർഭിണി കൂടിയായപ്പോൾ പിന്നെ വേറെ ഒന്നും ചെയ്യണ്ടല്ലോ. അവൾ ഇങ്ങനെ മൂടി പുതച്ച് കിടപ്പാണ്. മുനീർ ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? കാരണം അവൾ പുറത്തിറങ്ങാതെ അവനും പുറത്തിറങ്ങാൻ കഴിയില്ല. അവനും റൂമിൽ ഇങ്ങനെ കിടപ്പാണ്. ആ സമയത്താണ് താഴെ നിന്നും എന്തെല്ലാമോ ബഹളവും ഓടലും ചാടലും പിടിക്കലും മറിയലും തട്ടലും എന്നൊക്കെ പറഞ്ഞതുപോലെ എന്തെല്ലാമോ ബഹളം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. നമ്മുടെ റഹീമ ഇതൊന്നും അറിയുന്നില്ല. മുനീറാവട്ടെ അവൻ ഇതെല്ലാം കേട്ട് എന്താണ് താഴെ നടക്കുന്നത് എന്നൊന്നും അറിയാതെ ഇങ്ങനെ പകച്ചു നിൽപ്പാണ്. ആരുടെയൊക്കെയോ ശബ്ദങ്ങളോ എന്തെല്ലാമോ വാഹനങ്ങളോ എല്ലാം വരുന്ന സൗണ്ടും എല്ലാം കേൾക്കുന്നുണ്ട്. ഫോൺ തലങ്ങും വിലങ്ങും റിങ് ചെയ്യുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത് എന്നൊന്നും അവന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. എന്നാൽ താഴേക്ക് ഇറങ്ങിപ്പോവാനുള്ള ധൈര്യവും അവൻക്കില്ല. അവൻ റഹീമയെ ഇങ്ങനെ കുലുക്കി വിളിച്ചു. റഹീമ എണീക്ക് എണീക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കുലുക്കി വിളിക്കുന്നുണ്ട്. റഹീമ പറയുന്നുണ്ട്, മുനീർ ഞാൻ കുറച്ച് നേരം കൂടി ഉറങ്ങട്ടെ, എന്നെ ശല്യം ചെയ്യല്ലേ. അപ്പോൾ അവൻ വീണ്ടും തട്ടി വിളിക്കുന്നുണ്ട്, എണീക്കടി, അവിടെ താഴെ എന്തൊക്കെ നടക്കുന്നുണ്ട്, നീ ഒന്ന് എണീക്ക് എന്നെല്ലാം പറഞ്ഞ് പിടിച്ച് കുലിക്കുന്നുണ്ട്. ഇത് കേട്ടതും നമ്മുടെ റഹീമ ചാടി എണീറ്റപ്പോൾ അവളും താഴെ ഭയങ്കരമായ ബഹളം നടക്കുന്ന സൗണ്ട്, എന്തെല്ലാം തട്ടിമറിയുകയോ വലിച്ചിടുകയോ സംസാരിക്കുകയോ പരിചയമില്ലാത്ത കുറേ ശബ്ദങ്ങളെല്ലാം കേൾക്കുന്നുണ്ട്. അവളാകെ ഒരു വേള സംശയിച്ച് ചുറ്റുപാടും നോക്കി. തൻ്റെ വീട് തന്നെയല്ലേ ഇത്? അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് തൻ്റെ വീട് തന്നെയാണ്. പക്ഷേ ഇവിടെ തങ്ങളല്ലാതെ വേറെ ആരൊക്കെയോ അപരിചിതമായ ശബ്ദം കേൾക്കുന്നുണ്ട്. പുറത്തു നിന്നുള്ള ആളുകൾ ആരൊക്കെയുണ്ട്. എന്താണ് സംഭവിച്ചത് എന്നൊന്നും ഒരെത്തും പിടിയും കിട്ടുന്നില്ല. താഴെയാണെങ്കിൽ ഭയങ്കര ബഹളവും
അതുപോലെ തന്നെ ഫോണുകളൊക്കെ അടിക്കുന്ന ശബ്ദവും. എന്തോ ഒരു ആപത്ത് സംഭവിച്ചിട്ടുണ്ടെന്ന് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി. അവർ രണ്ടുപേരും താഴെ വന്ന് നോക്കുമ്പോൾ കുറേ ഓഫീസർമാരും അതുപോലെ തന്നെ കുറേ കഴുത്തിൽ ഇങ്ങനെ ഓരോ ടാഗെല്ലാം കെട്ടി അതുപോലെ തന്നെ കുറേ ഉദ്യോഗസ്ഥന്മാരും എല്ലാം കാണുന്നുണ്ട്. വീടാകെ വലിച്ചു വാരിയിട്ട അവസ്ഥയിലാണ്. കുറേ ആളുകൾ ചേർന്ന് എന്തെല്ലാമോ തിരയുന്നുണ്ട്. തങ്ങളുടെ മേശയും വലിപ്പും അലമാരയും എല്ലാം വാരിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഉപ്പയും ഉമ്മയും ഇത്താത്തമാരും എല്ലാം ഒരു മൂലയിൽ പകച്ചു നിൽപ്പുണ്ട്. ഇക്കാക്കമാർ കടയിൽ പോയതാണ്. ബഷീർ സാധാരണ അങ്ങനെയാണ്. ഒരു 10 മണിയാകുമ്പോഴേക്ക് അവളുടെ ഇക്കാക്കമാരെല്ലാം കടയിൽ പോകും. കുറച്ച് കഴിയുമ്പോഴേക്കാണ് ബഷീർ മുതലാളി കടയിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുന്നത് എന്നൊന്നും അവൾക്ക് മനസ്സിലായില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് ബോധമുണ്ടായത് അവിടെ വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ അന്വേഷണമാണ് എന്ന്. അവൾ ഇങ്ങനെ പകച്ചു നിൽക്കുന്ന നമ്മുടെ ബഷീർ മുതലാളിയുടെ അടുത്ത് പോയി ഇങ്ങനെ അടക്കം ചോദിച്ചു, എന്താണ് ഉപ്പ, എന്താ സംഭവിച്ചത് എന്ന്. അദ്ദേഹം പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല മോളെ, പെട്ടെന്നാണ് ഇവരെല്ലാം കൂടി കയറി വന്നത്, വീട്ടിൽ റെയ്ഡ് നടത്തണം എന്ന് പറഞ്ഞത്. എനിക്കൊന്നും അറിയില്ല, കടയിൽ നിന്നും വിളിച്ചിരുന്നു, അവിടെയും റെയ്ഡ് നടക്കുന്നുണ്ട് എന്ന്. കൂടെയുള്ള ആരോ ചതിച്ചതാണെന്ന് തോന്നുന്നു. എനിക്ക് അല്ലെങ്കിൽ കുറച്ചു കാലമായി അവരെല്ലാം സംശയമുണ്ട്. ഞാൻ മക്കളോട് പറഞ്ഞതാണ്, നമുക്ക് ഇനി അവരുമായിട്ടുള്ള കൂട്ടുകെട്ടൊന്നും വേണ്ട, നമുക്ക് ഒറ്റയ്ക്ക് നോക്കി നടത്താം എന്നെല്ലാം. ഇതിപ്പോൾ ഇനി ആകെ എന്തു ചെയ്യും എന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നെല്ലാം പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ ആകെ പേടിച്ചരണ്ട് നിൽപ്പാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മരുമക്കളും എല്ലാവരും പേടിച്ചു നിൽപ്പാണ്. ചെറിയ കുട്ടികളെല്ലാം ഇതെന്താണ് നടക്കുന്നത് എന്നൊന്നും അറിയാതെ ആകെ അന്തവിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ അവസാനം അവർ അദ്ദേഹത്തോട് വീട്ടിൽ രഹസ്യമായിട്ടുള്ള ലോക്കറിൻ്റെ ചാവി ചോദിച്ചു. അദ്ദേഹം നിവർത്തിയില്ലാതെ അത് എടുത്തു കൊടുത്തു. അതുകൂടിയുള്ളൂ തുറക്കാൻ ബാക്കിയുണ്ടായിരുന്നത്. അതിൽ തുറന്നു നോക്കുമ്പോൾ സ്വർണവും പണ്ടവും പണവും അതുപോലെ തന്നെ സ്വർണ്ണ ബിസ്ക്കറ്റുകളും എല്ലാം അട്ടിക്കട്ടിക്ക് നിറച്ചു വെച്ചിരിക്കുകയാണ്. അദ്ദേഹം നികുതി ഒന്നും കാര്യമായിട്ട് കൊടുക്കാറുണ്ടായിരുന്നില്ല. എല്ലാം വീട്ടിൽ തന്നെ സൂക്ഷിച്ച് വെക്കുകയായിരുന്നു. അത് അറിയാവുന്ന ആരോ ആണ് ഒറ്റിക്കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കടകളിലും ഉണ്ട് രഹസ്യ ലോക്കറുകൾ. പണവും എല്ലാം അതിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. നികുതി കൊടുക്കാത്തത് കൊണ്ട് തന്നെ കള്ളപ്പണം എന്ന് പറഞ്ഞ് കള്ളപ്പണം സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആരോ ഒറ്റിക്കൊടുത്തിരിക്കുന്നത്. വീട്ടിൽ സൂക്ഷിച്ചതും അതുപോലെ തന്നെ കടയിൽ സൂക്ഷിച്ചതുമായിട്ടുള്ള സകല സ്വർണവും പണ്ടവും പണവും എല്ലാം ഉദ്യോഗസ്ഥർ വാരിക്കെട്ടി കൊണ്ടുപോയി. ഇനി ഇതിനെല്ലാം ഉള്ള കണക്ക് ബോധിപ്പിച്ചിട്ട് ഇനി ബാക്കി ലീഗലായിട്ടുള്ള നടപടികൾ മുന്നോട്ട് പോകും. ഇനി നമുക്ക് ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നീക്കാം, ഇനി നമുക്ക് അങ്ങനെ കോടതിയിൽ വെച്ച് കാണാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഉദ്യോഗസ്ഥർ വീട്ടിലുള്ള സകലതും വാരിപ്പെറുക്കി അവർ കൊണ്ടുപോയി. അവർ പോയ ശേഷം നമ്മുടെ ബഷീർ മുതലാളി ഭാര്യയും എല്ലാം തലക്കും കൈ വെച്ച് ഇരിപ്പായി. കടയിൽ മക്കൾക്ക് വിളിച്ച് അന്വേഷിച്ചപ്പോൾ അവിടെയുള്ളതും മുഴുവൻ കൊണ്ടുപോയി, ഇനി ഒന്നുമില്ല എന്നാണ് കേട്ടത്. ഇതെല്ലാം കേട്ട് നമ്മുടെ ബഷീർ മുതലാളി ആകെ അദ്ദേഹത്തിന് നെഞ്ച് വേദനിക്കുന്നത് പോലെ തോന്നി. അദ്ദേഹം കുഴഞ്ഞു വീണു. പെട്ടെന്ന് തന്നെ എല്ലാവരും ഓടി, ഡ്രൈവറും എല്ലാം വന്ന് വണ്ടി ഇറക്കി അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇതെല്ലാം കണ്ട് നമ്മുടെ റഹീമയും മുനീറും ആകെ തരിച്ചിരിപ്പാണ്. കാരണം ഇപ്പോൾ ആ വലിയ വീട്ടിൽ അവർ രണ്ടുപേരും മാത്രമുള്ളൂ. ബഷീർ മുതലാളിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും വീട്ടുകാരും മക്കളും എല്ലാം ഹോസ്പിറ്റലിലാണ്. അതുകൊണ്ട് തന്നെ റഹീമക്ക് ഈ ഒരു കുഞ്ഞു വന്നതേ ദുശകുനമാണ് എന്ന് തോന്നി. അവൾ അത് ഇടയ്ക്കിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്ത് സന്തോഷത്തോടു കൂടി കഴിഞ്ഞിരുന്ന വീടാണ്. ഈ ഒരു നാശം പിടിച്ച സാധനം എൻ്റെ വയറ്റിൽ വന്ന ഈ ദിവസം തന്നെ എല്ലാ സന്തോഷം പോയി.
ഈ കുരുത്തം കെട്ടത് വയറ്റിൽ വന്ന് പിറക്കരുതായിരുന്നു. ഇത് എന്ത് നശിച്ച കുഞ്ഞാന്നാവോ. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞിരുന്നില്ലേ ഒരു 5 വർഷത്തിന് കുഞ്ഞൊന്നും വേണ്ട എന്ന്. ഇപ്പോൾ മനസ്സിലായില്ലേ, ഈ ഒരു നശിച്ച കുഞ്ഞ് എൻ്റെ വയറ്റിൽ വന്നതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത് എന്നെല്ലാം പറഞ്ഞ് അവൾ ഇങ്ങനെ സ്വയം പ്രാഗിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മുനീർ പറഞ്ഞു, റഹീമ, നീ അങ്ങനെയൊന്നും പറയരുത്. എല്ലാം വിധിയാണ്. എല്ലാം നമ്മൾ സഹിച്ചേ പറ്റൂ. ഈ ദുനിയാവിൽ പടച്ചവൻ്റെ ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാവും. അതിനെല്ലാം ഇങ്ങനെ സ്വയം പഴിക്കാതെ അത് നമ്മൾ സാഹചര്യം എന്താണോ അതിനനുസരിച്ച് ചെയ്യുകയാണ് വേണ്ടത് എന്നെല്ലാം പറഞ്ഞ് മുനീർ അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നാൽ റഹീമ ഇതൊന്നും കേൾക്കാനോ ഒന്നും കൂട്ടാക്കുന്നില്ല. അവൾ പറയുന്നുണ്ട്, നീ എന്തു പറഞ്ഞിട്ടു കാര്യമില്ല. ഞങ്ങൾ എന്ത് സന്തോഷത്തിൽ കഴിഞ്ഞ വീടാണിത്. എത്ര വർഷമായി ഞാൻ ഇവിടെ കഴിയാൻ തുടങ്ങിയിട്ട്. നീയും നിന്റെ കുഞ്ഞും ഈ വീട്ടിലേക്ക് കാലുകുത്തിയതോടുകൂടെയാണ് ഞങ്ങളുടെ കഷ്ടകാലം തുടങ്ങിയത്. ഈ നശിച്ച കുഞ്ഞ് വേണ്ടായിരുന്നു. ഇതിനെ ഇപ്പോൾ തന്നെ നമുക്ക് ഒഴിവാക്കാതാണ് നല്ലത് എന്നെല്ലാം പറയുന്നുണ്ട് അവൾ. എന്നാൽ മുനീറാവട്ടെ തനിക്ക് ആദ്യമായി പിറക്കാൻ പോകുന്ന ആ ഒരു പൊന്നു മുഖം, ആ കുഞ്ഞു മുഖം കാണാനുള്ള ആവേശത്തിലാണ്. അത് ഇനിയും 10 മാസം കാത്തിരിക്കേണ്ടേ എന്നെല്ലാം വിചാരിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് അവളുടെ ഈ പ്രാക്കെല്ലാം കേൾക്കുന്നത്. അവനാകെ ദേഷ്യം വരുന്നത് പോലെ തോന്നി. അവൻ പറഞ്ഞു, ഇനി നമ്മൾ ഇവിടെ നിന്നിട്ട് എന്താ കാര്യം? നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോയാലോ? അവിടെയാകുമ്പോൾ എനിക്ക് കുറച്ച് പുറത്തിറങ്ങിയാൽ കുറച്ച് കൂട്ടുകാരെയെല്ലാം കാണാം. ഇവിടെ എന്താ ഈ ജയിലിൽ നമ്മൾ 2 പേരും ഇങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്നതേക്കാൾ നല്ലത് അങ്ങോട്ട് പോവുകയാണ് എന്നെല്ലാം പറയുന്നുണ്ട്. റഹീമ ഇങ്ങനെ പറയുന്നുണ്ട്, അവിടെ ആരാ? നിൻ്റെ ആ ഉമ്മയുണ്ടാവും. നിൻ്റെ ആ ഉമ്മാൻ്റെ മുഖമല്ലേ കാണുന്നത്. ഇവിടെയാണെങ്കിൽ എൻ്റെ വീടല്ലേ. എനിക്ക് ഇവിടെ ജോലികളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ വേലക്കാരികളെല്ലാം ഇല്ലേ. എനിക്ക് വയ്യ. ഡോക്ടർ പറഞ്ഞതല്ലേ എനിക്ക് റെസ്റ്റ് വേണമെന്ന്. ഞാനെങ്ങുമില്ല. അത് മാത്രമല്ല, എൻ്റെ ഉപ്പാൻ്റെ അവസ്ഥ എന്താണെന്നറിയില്ല. നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. അതാണ് ആദ്യം പറയേണ്ടത്, അല്ലാതെ നിൻ്റെ വീട്ടിൽ പോകാം എന്നെല്ലാം പറഞ്ഞ് അവളിങ്ങനെ ചാടിക്കളിക്കുന്നുണ്ട്. അപ്പോൾ മുനീർ പറഞ്ഞു, ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താ? അവിടെ നിനക്കൊന്ന് ഇരിക്കാനോ കടക്കാനോ ഉള്ള സ്വസ്ഥതയുണ്ടാകുമോ? പിന്നെ ജോലിക്കാരികൾക്കൊക്കെ ശമ്പളം എവിടുന്ന് എടുത്തു കൊടുക്കും? നിൻ്റെ ഉപ്പായുടെ സമ്പാദ്യം മുഴുവൻ പോലീസ് വിജിലൻസും ഉദ്യോഗസ്ഥരും എല്ലാം കൊണ്ടുപോയില്ലേ. ഇനി അതിനെല്ലാം തീരുമാനമാവാതെ ഇവിടെ നിന്നിട്ട് എന്താ കാര്യം? ഇവിടെ നിന്നാൽ ജോലിക്കാരികളും ഉണ്ടാവില്ല, ഒരു നേരത്തെ ഭക്ഷണം പോലും ഉണ്ടാവില്ല, പട്ടിണി കിടന്ന് ചത്തത് തന്നെ. നീ വേഗം റെഡിയാവ്, നമുക്ക് എൻ്റെ വീട്ടിൽ പോവാം എന്നെല്ലാം പറഞ്ഞപ്പോൾ നിവൃത്തിയില്ലാതെ പിന്നെ നമ്മുടെ റഹീമാക്ക് അവൻ പറയുന്നത് അനുസരിക്കുകയല്ലാതെ വേറെ മാർഗമില്ല. കാരണം അവൾക്കറിയാം, ഇപ്പോൾ തൻ്റെ ഉപ്പയും ഉമ്മയും അതുപോലെ തന്നെ വീട്ടുകാരും എല്ലാം ഹോസ്പിറ്റലിലാണ്. തങ്ങളുടെ സ്വത്തുക്കളെല്ലാം ആ ഉദ്യോഗസ്ഥർ കണ്ടുകെട്ടി കൊണ്ടുപോയിരിക്കുന്നു. ഇനി സ്വന്തമെന്ന് പറയാൻ കയ്യിൽ 10 പൈസയില്ല. അതുകൊണ്ട് തന്നെ ഇതിനൊന്നും ഒരു തീരുമാനമാകാതെ ഇവിടെ നിന്നു കഴിഞ്ഞാൽ തങ്ങൾ ആകെ പട്ടിണിയിലാകും. ഇപ്പോൾ മുനീറിനെ എതിർത്ത് കഴിഞ്ഞാൽ അവൻ തന്നെ ഇട്ടെറിഞ്ഞു പോയി കഴിഞ്ഞാൽ താനും ഇവിടെ ഒറ്റപ്പെടും. അതുകൊണ്ട് തൽക്കാലം അവൻ പറയുന്നത് അനുസരിക്കുകയേ നിവർത്തിയുള്ളൂ എന്നെല്ലാം വിചാരിച്ചുകൊണ്ട്, ശരി എങ്കിൽ നിൻ്റെ തീരുമാനം അതാണെങ്കിൽ നമുക്ക് നിൻ്റെ വീട്ടിലേക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ റഹീമയും മുനീറും അവിടെ നിന്ന് നമ്മുടെ മുനീറിൻ്റെ വീട്ടിലേക്ക് ഇറങ്ങി. കാര്യങ്ങളെല്ലാം നിയമപരമായ അന്വേഷണത്തിനു വേണ്ടി നമ്മുടെ റഹീമയുടെ മൂത്ത സഹോദരൻ ഒരു വക്കീലിനെ ഏർപ്പെടുത്തിയിരുന്നു. അന്വേഷണങ്ങൾക്കൊടുവിൽ അദ്ദേഹം പറഞ്ഞത് അവരുടെ അക്കൗണ്ടുകളെല്ലാം ഫ്രീസ് ചെയ്തു വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഒരു ഇടപാടുകളും നടക്കുകയില്ല. കടയെല്ലാം പൂട്ടി സെയിൽ വെച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു, നമ്മുടെ വക്കീൽ അവരോട് പറഞ്ഞു, കുറച്ച് കോംപ്ലിക്കേഷനാണ് കാര്യങ്ങൾ. ഒരുപാട് നികുതി തട്ടിപ്പെല്ലാം നടത്തിയിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ഇനി ലീഗലി മുൻപോട്ട് പോകുകയാണെങ്കിൽ തന്നെ നല്ല പണച്ചിലവ് വരും. അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ നിങ്ങൾ ഒന്നിനും പോവേണ്ട. തൽക്കാലം നിങ്ങൾ ഒന്ന് മാറി നിൽക്കി. അതിൻ്റെ ശേഷം കുറച്ച് പണമെല്ലാം കണ്ടെത്തിയിട്ട്, കാരണം നമുക്ക് ഇതിന് ഒരുപാട് പണച്ചിലവ് വരും.
കേസ് നടത്താനും അതുപോലെ തന്നെ എൻ്റെ ഫീസ് തരണം, കോടതിയിൽ പൈസ ആവശ്യം വരും, കെട്ടിവെക്കാനും അങ്ങനെ എല്ലാം ഒരുപാട് പൈസ ചിലവ് വരും. അതുകൊണ്ട് തന്നെ ആ ഒരു പണം നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ഉപ്പ ഹോസ്പിറ്റലിൽ കൂടിയല്ലേ, അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തതിൻ്റെ ശേഷം മതി ഇനി നമ്മൾ നിയമപരമായി മുന്നോട്ട് പോകുക. കാരണം നിങ്ങളുടെ അക്കൗണ്ടെല്ലാം ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് ഇനി പണമിടപാടുകളൊന്നും നടക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ തൽക്കാലം ഇപ്പോൾ ഈ ഒരു കേസുമായി മുൻപോട്ട് പോവേണ്ട. എല്ലാം ഒന്ന് ഇനിയും അന്വേഷണങ്ങൾ ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാം ഒന്ന് ഒതുങ്ങിയതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളുമായി മുൻപോട്ട് പോവാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വക്കീൽ ഫോൺ വെച്ചതും നമ്മുടെ റഹീമയുടെ ഇക്കാക്കമാരും അവരുടെ ഇത്താത്തമാരും അവളുടെ ഉമ്മയും എല്ലാം ആകെ പകച്ചു നിൽക്കുകയാണ്. കാരണം ഒരു വശത്ത് തൻ്റെ മകൾ ഗർഭിണി, അതുപോലെ തന്നെ ഒരു വശത്ത് തൻ്റെ ഭർത്താവ് ഇവിടെ ICUവിലാണ്. എന്താണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. അവർ ഒന്ന് തീരുമാനിച്ചു, ഒന്നും ഇപ്പോൾ ഉപ്പയെ അറിയിക്കേണ്ട. അദ്ദേഹത്തിന് ബോധത്തിന് കുഴപ്പമോ അല്ലെങ്കിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. അവർ ഒരു ICUവിൽ കിടത്തിയിരിക്കുന്നത് ഒന്ന് ഒബ്സർവേഷന് വേണ്ടിയാണ്. അവർ പറഞ്ഞു ചെറിയൊരു അറ്റാക്കിൻ്റെ ഒരു ഇതാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ അത്ര വലിയ കോംപ്ലിക്കേഷനൊന്നുമില്ല. എന്നാലും ശ്രദ്ധിക്കണം, ഇനി അദ്ദേഹത്തിന് ഷോക്കാകുന്ന കാര്യങ്ങൾ ഒന്നും പെട്ടെന്നൊന്നും അറിയിക്കരുത്, അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ നിവൃത്തിയുണ്ടാവില്ല എന്നെല്ലാം പറഞ്ഞത് കൊണ്ട് തന്നെ ബഷീർ മുതലാളിയെ ഒന്നും അറിയിക്കേണ്ട എന്നാണ് അവരെല്ലാവരും ചേർന്ന് തീരുമാനിച്ചത്. എന്നാൽ അവർക്ക് ഹോസ്പിറ്റലിൽ അടക്കാനുള്ള പണമോ അല്ലെങ്കിൽ റഹീമയുടെ കാര്യങ്ങൾക്കുള്ള പണമോ, കാരണം അവൾക്കിനി നല്ല കെയറെല്ലാം വേണം, നല്ല ഫുഡും കാര്യങ്ങളും അതെല്ലാം. കാരണം ഇന്ന് അറിഞ്ഞിട്ടുള്ളൂ അവൾ ഗർഭിണിയാണെന്ന്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ശ്രദ്ധയും എല്ലാം വേണം. അവരുടെ ഒരു ദുർബുദ്ധി കാരണം അവളുടെ ഭർത്താവ്, അതായത് മുനീറിൻ്റെ ഗൾഫിലേക്കുള്ള ജോലിയും കളഞ്ഞ് അവനെയും ആ കടയിൽ പിടിച്ചിട്ടിരിക്കുകയായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിലും ഒരു വരുമാനം ഉണ്ടാവുകയില്ല. ഇതെല്ലാം ആലോചിച്ചപ്പോൾ നമ്മുടെ റഹീമയുടെ ഉമ്മക്കും അവളുടെ ആങ്ങളമാർക്കും തല ചുറ്റുന്നത് പോലെ തോന്നി. ഇനി എന്തു ചെയ്യും എന്നറിയാതെ അവരെല്ലാവരും ആകെ പകച്ച് ഇരിക്കുകയാണ്.